പ്രോപ്പർ ആയിട്ടുള്ള റണ്ണിങ് ആക്ഷനും റണ്ണിങ് ടെക്നിക്കും എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ സിമ്പിൾ കോർഡിനേഷൻ എക്സസൈസ് യൂസ് ചെയ്യണം. രണ്ടാമത് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ ബൗണ്ട് ചെയ്ത് മുന്നോട്ട് ഡ്രാഗ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ആംഗിളിങ് ചെയ്ത് നോക്കണം. അപ്പം നമ്മളെ റിതം ഇമ്പ്രൂവ് ചെയ്യും. നാലാമതായിട്ട് സ്കിപ്പ് കണക്ക് നമ്മൾ മുന്നോട്ട് തന്നെ നീ ലിഫ്റ്റ് ചെയ്യണം. കറക്റ്റ് ലെഗിന്റെ ഫോം കറക്റ്റ് ഇതേപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ പുറകിലുള്ള മുട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഹിപ്പ് എപ്പോഴും അപ്പായിരിക്കണം. അടുത്ത നമ്മൾ ബി സ്കിപ്പാണ് ചെയ്യണം. പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞത് ഇങ്ങനെ ജമ്പ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതൊരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ജമ്പ് കൊടുക്കുന്നത്. ചെറിയൊരു ജമ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ AC എന്നുള്ള ഒരു മെത്തേഡാണ് ചെയ്യണത്. നമ്മളെ ഹിപ്പിന് നല്ലതാണ് ഈ എക്സസൈസ്. മാത്രമല്ല നമ്മളെ വാമപ്പ് റൂട്ടീനിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വണ് പെങ്കിൻ എന്നാണ് ഈ എക്സസൈസിന്റെ പേര്. നിങ്ങളെ മുട്ട് ടൈറ്റ് ആക്കിയതിന് പകരം ആംഗിൾ യൂസ് ചെയ്ത് ഈ എക്സസൈസ് ചെയ്യാം. അടുത്തത് വന്ന് സ്ട്രെയിറ്റ് നീ ആണ്. നിങ്ങൾക്ക് അറിയാന്നുള്ള എക്സസൈസ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്പീഡ് ലെഗിന്റെ ടെക്നിക്കാണ്. ഒരിക്കലും നിങ്ങൾ ഓവർ സ്ട്രൈഡിന് വേണ്ടിയിട്ട് പോവല്, അത് ബ്ലോക്ക് ആവും റണ്ണിങ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ടെക്നിക്കിലോട്ടായിരിക്കണം. കാര്യം അതുവഴി നിങ്ങൾക്ക് സ്ട്രൈഡ് ലെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ലെഗ് എന്ന് പറയുന്ന എക്സസൈസ് ഇതാണ്. ഇത് നമുക്ക് ഓൾട്ടർനേറ്റീവും ആക്കി രണ്ട് കാലും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫാസ്റ്റ് ഇംപ്രൂവ് ആക്കും. നെക്സ്റ്റ് വണ് നമുക്ക് ഇതേപോലെ ഷോർട്ട് ഹൈനീസ് ചെയ്യാം. നെക്സ്റ്റ് വണ് ബാക്ക് കിക്ക് ആണ്. സത്യം പറഞ്ഞാൽ ബാക്ക് കിക്ക് ഇങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഫോമിലാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. See you the next video.